ഏറ്റവും ബഹുമാനം നിറഞ്ഞ നമ്മുടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അതുപോലെ എൻ്റെ മുമ്പിലുള്ള അധ്യാപകർ, നമ്മുടെ രക്ഷിതാക്കൾ, അതുപോലെ തന്നെ നമ്മളെ മക്കളിലെ കുഞ്ഞു മക്കൾ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ വളരെ 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 സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം നിങ്ങളോടൊപ്പം ഈ മനോഹരമായ സായാഹ്നത്തിൽ നിങ്ങളെ കൂടെ ഒരാളായി ഇവിടെ നിൽക്കാൻ ഭാഗ്യം കിട്ടിയതിൽ അള്ളാഹിനോട് ആദ്യം അൽഹംദുലില്ലാഹ് പറയാണ്. കാരണം അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. കാരണം നമ്മുടെ നാട്ടിൽ നിന്നും എന്താണ് മതം, നമ്മുടെ ഇസ്ലാമും അതുപോലെ നമ്മുടെ മതവിദ്യാഭ്യാസവും ഒക്കെ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊരു ഇത് തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ കാണുന്നത് അല്ലേ. വളരെ വളരെ മോശപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് സത്യം, എന്താണ് ധർമ്മം എന്നൊന്നും ആർക്കും ഇന്നത്തെ കാലത്തില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എന്താണ് നന്മ, എന്താണ് സത്യം, ഇതൊന്നും ആർക്കും ഇന്നത്തെ കാലത്ത് ഒന്നും ബോധമില്ലാത്തൊരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടുപോകുന്നത്. അതിൽ നമ്മൾ അൽഫിത്ര, നമുക്കിത് അവിടെ 17 ഖത്മുൽ ഖുർആൻ പൂർത്തിയായ 17 കുട്ടികൾ നമ്മൾ മുമ്പിൽ ഇരിക്കുന്നുണ്ട് അല്ലേ. അൽഹംദുലില്ലാഹ്, നമുക്കിതിൽ വലുത് വേറെ എന്ത് വേണം. 3 വയസ്സ് മുതൽ 6, അതിനേക്കാൾ അത്ഭുതം അതാണ്. ഇത്രയും പ്രായമായ നമുക്ക് പോലും തജ്വീദ് നിയമപ്രകാരം ഒരു പേജ് നല്ലപോലെ ഓതാനും ചിലപ്പോൾ നമുക്ക് ആർക്കും അറിയണമെന്നില്ല. പക്ഷേ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ പ്രായത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായമാണല്ലേ, ആ പ്രായത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഹത്തം തീർത്ത് കളയാണ്. അതും മുഴുവനും തീർത്തത് അതും തജ്വീദ് നിയമപ്രകാരം. ഇപ്പോൾ ഐദീൻ നമ്മളെ മുമ്പിൽ ഇപ്പോൾ പ്രാർത്ഥന ചൊല്ലി എന്തൊരു അടിപൊളിയായിട്ടാണ് ഓനത് ഇവിടെ അവതരിപ്പിച്ചത്. അൽഹംദുലില്ലാഹ്, എത്ര കേൾക്കാൻ തന്നെയല്ലേ നമ്മളെ കാതിനും നമ്മളെ ഹൃദയത്തിനൊക്കെ വളരെ സന്തോഷം അത് കാണുമ്പോൾ. ഇനിയുള്ള തലമുറ ഇത് കണ്ടും കേട്ടും എന്താ പറയുക, നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അൽഫിത്ര നമുക്ക് ഒരുപാട് കുട്ടികളെ ഇപ്പോൾ പറഞ്ഞു 12 വർഷക്കാലമായി ഇവിടെ ഈ അൽഫിത്ര സ്കൂള് തുടങ്ങിയിട്ടെന്ന്. 1 മുതൽ ഇതുവരെ നമുക്ക് ഒരുപാട് കുട്ടികളെ വാർത്തെടുക്കാൻ അൽഫിത്രക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ അൽഫിത്രയിലെ ടീച്ചർമാർ അങ്ങേയറ്റം എഫേർട്ട് എടുത്തിട്ട് ഈ പ്രായത്തിലുള്ള മക്കളെ പഠിപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ ഒരു എന്താ പറയുക, ഈ പ്രായത്തിൽ നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മളെ മക്കളെ ഹാൻഡിൽ ചെയ്യാനും പഠിപ്പിച്ചെടുക്കുന്നതും കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള മക്കളെ ഇത്ര മനോഹരമായി പഠിപ്പിച്ചെടുത്ത അധ്യാപകർ, അവർക്കും അള്ളാഹു ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അൽഫിത്ര പ്രവർത്തിക്കുന്നത് അല്ലേ. നമ്മുടെ ഇസ്ലാഹി സെൻറ്ററിനെ പറ്റി നമുക്ക് പറയേണ്ട കാര്യമില്ല. നമ്മുടെ പയ്യാനക്കൽ പ്രദേശം, ചക്കുംകടവ് പ്രദേശം, ഇനി നമ്മൾ തൊട്ടപ്പുറത്തുള്ള പ്രദേശത്തെ ആളുകൾക്കും അറിയാവുന്ന ഒരു സംഘടനയാണ് ഇസ്ലാഹി സെൻറ്റർ. നമ്മൾ ആരും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എന്തൊരു ഇതിൽ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആദ്യം ആശ്രയിക്കൽ ആരാ, ഇസ്ലാഹി സെൻറ്ററിനെ തന്നെ, അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചാരിറ്റി നമ്മളവിടെ കൊണ്ടുവന്ന നിയാസ്കാണ് ഇതിൻ്റെ കൂടുതലും തോന്നുന്നു ഇതിൻ്റെ സംഘാടകരെ. ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും അള്ളാഹു എല്ലാ അനുഗ്രഹവും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.